കൊല്ലത്ത് കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്നതിന് വഴിയാത്രക്കാരെ കാറിടിച്ച ഒരു സംഭവം നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ആ അപകടം ഉണ്ടാക്കിയത് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള കാറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സ ബിന്ദു കൃഷ്ണ ഏറ്റെടുത്തു. വാഹനം ഓടിച്ചത് KSU പ്രവർത്തകരാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി ഉണ്ട്. സൂര്യഗായത്രി, വിശദാംശങ്ങൾ. കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങവെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. KSU പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന കാറാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. ആ കാർ ഇപ്പോൾ ബിന്ദുകൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളത് നേരത്തെ CPM പ്രവർത്തകർ ആരോപിച്ചിരുന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ വാഹനം ഓടിച്ചിരുന്നത് KSU പ്രവർത്തകരായിരുന്നു. ഈ ഹോക്കി താരങ്ങളായ പെൺകുട്ടികളെയാണ് ഈ വാഹനം ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾ കായലിലേക്ക് വീണു. ഇവർക്ക് സാരമായിട്ടുള്ള പരിക്ക്. അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവരുടെ ചികിത്സ ബിന്ദുകൃഷ്ണ ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കും എന്നുള്ളതാണ് ബിന്ദുകൃഷ്ണ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാത്രിയോടെയാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ മുഴുവൻ ചികിത്സയും പാർട്ടി ഏറ്റെടുക്കും എന്നുള്ളതാണ് ബിന്ദുകൃഷ്ണ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ വാഹനം ഓടിച്ചവരുടെ കൂട്ടത്തിൽ ബിന്ദുകൃഷ്ണയുടെ മകൻ ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന ദേവാനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.